2025 40% വർധനവാണ് ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് ആക്രമണത്തിലുണ്ടായത്. അതിൽ വളരെ കൗതുകകരമായ കാര്യം, അതിൽ 60% എന്താണ്, സ്പിറ്റിംഗ് ആണ്, തുപ്പുക എന്നുള്ളതാണ്. ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടി ഇതാണ്. കന്യാസ്ത്രീകളെ കണ്ടാൽ തുപ്പുക, പള്ളിയിൽ അച്ഛന്മാരെ കണ്ടാൽ തുപ്പുക, മുഖത്ത് തുപ്പുക, ദേഹത്തെ തുപ്പുക. അത് മാത്രമല്ല, ഈ ചെറിയ മക്കളെ കൊണ്ട്, ചെറിയ പിള്ളേരെ കൊണ്ട് തുപ്പിക്കുക. ഈ പറയുന്ന അച്ഛന്മാർ നടന്നു പോകുമ്പോൾ, ജെറൂസലേമിലെ ചെറിയ തെരുവുകളാണ്, അതിലൂടെ നടന്നു പോകുമ്പോൾ മേലെ തുപ്പുക. ഇത് പ്രധാനപ്പെട്ട ഭയങ്കര ഹ്യൂമിലിയേറ്റിംഗ് ആണല്ലോ. അത് നമുക്കൊരു വളരെ സീനിയർ ആയിട്ടുള്ള ഒരു പള്ളിയിലെ പാതിരി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇസ്രായേലി പയ്യന്മാർ വന്നിട്ട് മുമ്പിൽ എന്നിട്ട് തുപ്പുകയാണ് മുഖത്തേക്ക്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതുണ്ടാക്കുന്ന ഫിസിക്കൽ ഡാമേജ് ഒന്നുമില്ല, അതുണ്ടാക്കുന്ന ഒരു ആളുകളെ അപമാനിക്കുക എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഞങ്ങൾ നേരിടുന്ന അതിക്രമങ്ങളെക്കുറിച്ച് എനിക്ക് ക്യാമറയ്ക്ക് മുമ്പിൽ പറയാൻ നാണമുണ്ട് എന്ന് ഈ ആർച്ച് ബിഷപ്പ് ടക്കർ കാൾസനോട് പറയുന്നുണ്ട്. അപ്പോൾ ഈ RCDFൻ്റെ ഇവരുടെ ഡാറ്റാ സെൻറ്ററിൻ്റെ അതിൽ പറയുന്ന 60% ക്രിസ്ത്യാനികൾക്കെതിരായി നടക്കുന്ന അവർ ഡോക്യുമെൻ്റ് ചെയ്ത ആക്രമണങ്ങളിൽ 60% ഇതാണ്, പബ്ലിക് സ്പിറ്റിംഗ് ആണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ആ നിലക്കുള്ള സമീപനങ്ങൾ. അപ്പോൾ ഈ ടക്കർ കാൾസൺ ഇതായിട്ട് മുന്തിർ ഐസക്കുമായിട്ടുള്ള ഇൻ്റർവ്യൂ നടത്തുന്നു, ഹുസാൻ നോമായിട്ടുള്ള ഇൻ്റർവ്യൂ നടത്തുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത ഇൻ്റർവ്യൂ വരുന്ന ആരെന്ന് വെച്ചാൽ ഈ മൈക്ക് ഹക്കാബിയായിട്ട്. മൈക്ക് ഹക്കാബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഇസ്രായേലിലെ അമേരിക്കൻ അംബാസഡറാണ്. പുള്ളിക്കാരൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഇസ്രായേലിനെ പിന്തുണക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏക ഉത്തരവാദിത്തം എന്ന് വിചാരിക്കുന്ന ഈ ക്രിസ്ത്യൻ സയണിസ്റ്റ്, വളരെ കടുത്ത ക്രിസ്ത്യൻ സയണിസ്റ്റ് നിലപാട് സ്വീകരിക്കുന്ന ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ ഇതിനെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹമുള്ള ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ചൂട് പിടിച്ചൊരു വാഗ്വാദമായിരുന്നു ശ്രീ ടക്കർ കാൾസനും ഹക്കാബിയും തമ്മിൽ നടക്കുന്നത്. ഇതിനെല്ലാം നമ്മുടെ നാട്ടിൽ ഈ ഉത്തരേന്ത്യയിൽ ക്രിസ്ത്യാനികൾക്കെതിരെ നടക്കുന്ന ആക്രമണത്തെക്കുറിച്ച് ഇവിടെയുള്ള കാസ ടൈപ്പ് ആളുകൾ പറയുന്നില്ല. ഒറ്റപ്പെട്ട സംഭവങ്ങൾ, ഇത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്, ഒറ്റപ്പെട്ട സംഭവങ്ങൾ, ഫ്രിഞ്ച് എലമെൻറ്റ്സ്, ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെ അത് എങ്ങനെയെല്ലാം അതിനെ ന്യായീകരിക്കാൻ പറ്റുമോ അതിനൊക്കെ ന്യായീകരിക്കാനാണ് ഈ മനുഷ്യർ ശ്രമിക്കുന്നത്. ആരാണെന്ന് നോക്കണം. അയാൾ ഇസ്രായേലിൻ്റെ ആരുമല്ല, ഇസ്രായേലിലെ അമേരിക്കൻ അംബാസഡറാണ്. പക്ഷേ ഇസ്രായേലിനെ ന്യായീകരിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടക്കർ കാൾസൺ നിരന്തരം ഈ വിഷയത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ അവിടെ വലിയ തോതിൽ അമേരിക്കയിൽ വലിയ ഡിവിഷൻ ഉണ്ടാക്കി. വലിയ ഡിവിഷൻ എന്ന് വെച്ചാൽ വിത്തിൻ ഇവാഞ്ചലിക്കൽ ക്യാമ്പ്, അതിനകത്ത് തന്നെ നേരത്തെ തന്നെ മെയിൻ ലൈൻ കാത്തലിസം പിന്തുടരുന്ന ആളുകൾ ഇസ്രായേലിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ ഇസ്രായേലിനെ പിന്തുണക്കുന്ന അമേരിക്കൻ ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ തന്നെ നമ്മളെ ഹ്യൂമിലിയേറ്റ് ചെയ്യുകയാണ്, നമ്മളെ ആക്രമണത്തിനെതിരെ നമ്മുടെ ടാക്സ് മണി ഉപയോഗിച്ചിട്ട്, ടാക്സ് ഡോളർ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫെലോ ഫെയ്ത്ത് ഫോളോവേഴ്സിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഇടപാടിനൊപ്പം നമ്മൾ എന്തിനു നിൽക്കണം എന്നുള്ളത് അമേരിക്കക്കകത്ത് വിത്തിൻ കൺസർവേറ്റീവ് ക്യാമ്പ് അതിനകത്ത് വലിയ ഡിവിഷൻ ഉണ്ടാക്കി. അതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് വെച്ചാൽ. അതുകൊണ്ടാണ് ഇത് കൈവിട്ടു പോകുന്നതെന്ന് കണ്ടപ്പോഴാണ് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച യേശുക്രിസ്തുവിൻ്റെ പ്രതിമ തകർത്ത ആ സ്ഥലത്ത് തന്നെ IDFകാർ തന്നെ പോയി പ്രതിമ പുനഃസ്ഥാപിക്കുന്നു, അത് വീഡിയോഗ്രാഫ് ചെയ്യുന്നു, ഇസ്രായേൽ അത് നാടൊട്ടാകെ പ്രചരിപ്പിക്കുന്നു. ഈ കന്യാസ്ത്രീയെ ആക്രമിച്ച പ്രതിയെ ഇന്നലെ രാത്രി തന്നെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അവർ ഡാമേജ് കൺട്രോളിനുകൊണ്ട് ഇസ്രായേൽ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതേസമയം ഇത് ഇസ്രായേൽ എന്ന് പറയുന്നത് ഇങ്ങനെ അവിടുത്തെ ജൂതേതര വിഭാഗങ്ങളോട് തികഞ്ഞ വിവേചനം, സിസ്റ്റമാറ്റിക് ഡിസ്ക്രിമിനേഷൻ നടത്തുന്ന ഒരു അപ്പാർത്തൈഡ് സ്റ്റേറ്റാണ് എന്ന് സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. പക്ഷെ ഇത് നമ്മുടെ നാട്ടിൽ ചർച്ചയാവേണ്ടത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ ഇസ്രായേൽ പാലസ്തീൻ കോൺഫ്ലിക്റ്റ് എന്നതിന് പറയാൻ പറ്റില്ല, ആ വിഷയത്തിൽ വളരെ പ്രകടമായ ഇസ്രായേലി അനുകൂല നിലപാട് സ്വീകരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ പല ക്രിസ്ത്യൻ നേതൃത്വവും. വിചിത്രമായൊരു കാര്യമാണ്. അവിടുത്തെ നോക്കൂ, പിന്നെ കാത്തലിക്, ഗ്രീക്ക് ഓർത്തഡോക്സ്, അർമീനിയൻ എല്ലാ പാട്രിയാർക്കുകളും സംയുക്ത പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ഇസ്രായേലിനെതിരെ. 2026 ജനുവരിയിൽ ഒരു ഡോക്യുമെൻറ്റ്, പിന്നെ ഒരു റിട്ടൺ ഡോക്യുമെൻ്റ്, ഇവരുടെ സംയുക്ത ഡോക്യുമെൻ്റ് ഇറക്കിയിട്ടുണ്ട്. ആ ഡോക്യുമെൻറ്റിൽ ഒരു ട്രൈബൽ ഗോഡിന് വേണ്ടി നടത്തുന്ന ഒരു അൺഹോളി വാറാണ് ഇസ്രായേലിൻ്റെത് എന്നവർ പ്രഖ്യാപിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഈ ഫലസ്തീൻ്റെ മോചനത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ അത് ദൈവികമായ ഉത്തരവാദിത്തമാണെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. ട്രൈബൽ ഗോഡ് എന്ന് ഉദ്ദേശിക്കുന്നത്, ട്രൈബൽ ഗോഡ് ഇതൊരു ഗോത്രീയതയാണല്ലോ. ഇത് ആ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണ് വാർ ഓഫ് ട്രൈബൽ ഗോഡ്, അതാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തികഞ്ഞ ഗോത്ര കാഴ്ചപ്പാടിൽ, ഗോത്രസങ്കല്പത്തിൽ നിന്ന് കൊണ്ടിട്ടുള്ള ഒരു യുദ്ധമാണ് അവർ നടത്തുന്നതായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. പ്രാകൃതമായൊരു യുദ്ധം എന്നുള്ളതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ വിശുദ്ധമായ ദൗത്യമാണ്
ഈ ഒക്യുപ്പേഷനെതിരെ അധിനിവേശത്തിനെതിരായി പോരാടുക എന്നുള്ളത് വിശുദ്ധമായ ദൗത്യമാണ് എന്ന് ഡോക്യുമെൻറ്റിൽ അവരുടെ 2026 ഡോക്യുമെൻറ്റിലുണ്ട്. ആ നിലയിൽ എന്താണ് കെറോസ പലസ്റ്റൈന എന്നാണ് ആ ഡോക്യുമെൻറ്റിൻ്റെ പേര്. അതിന് പിന്നെ ആളുകൾ സമാനത തേടുന്നത് 1900 ദക്ഷിണാഫ്രിക്കയിലെ അപ്പാർത്തൈഡിനായ സമരത്തിൽ അതേപോലെയുള്ളൊരു കെറോസ അവിടുത്തെ പാട്രിയാർക്സ് ചേർന്നിട്ട് ഇറക്കിയിരുന്നു. അതിൻ്റെ ചുവട് പിടിച്ചാണ് ഈ കെറോസ ഇറക്കുന്നതാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പം അവിടുത്തെ ക്രിസ്ത്യൻ നേതൃത്വം അക്രോസ് ഡിനോമിനേഷൻസ് ഇതിനെതിരായ നിലപാടാണ് സ്വീകരിക്കുന്നത്. പക്ഷേ ഇവിടെ വിചിത്രമായ നിലപാടെന്ന് വെച്ചാൽ ഇവിടുത്തെ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ് അല്ല, അതും കൂടെ മനസ്സിലാക്കണം. കാത്തലിക് നേതൃത്വം പോലും ഇസ്രായേലിന് അനുകൂലമായ വളരെ വിചിത്രമായ നിലപാട് ശരിക്കും നമ്മൾ കാണുന്നത്. ഇനി ഫലസ്തീൻ പോരാട്ടത്തിൽ നമ്മൾ കാണും. നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞ അതിക്രമങ്ങൾ, ഇവർ ഡോക്യുമെൻ്റ് ചെയ്ത അതിക്രമം ഏറ്റവും പ്രധാനപ്പെട്ട കഴിഞ്ഞ ഈസ്റ്ററിന് ചർച്ച് ഓഫ് ഹോളി സപ്പൽഷർ ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയമാണല്ലോ. എന്താണ് അതിന് പറയൽ? ഉയിർപ്പിൻ്റെ ദേവാലയം ഏറ്റവും പ്രധാനപ്പെട്ട ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രമാണ്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയമാണ്. അവിടുത്തെ മറ്റേ ഈസ്റ്ററിന് മുമ്പ് നടക്കുന്ന ഇതുണ്ടല്ലോ, പാം സൺഡേ, എന്താണ് കരുത്താല ഞായറാഴ്ച. പാം സൺഡേക്ക് അവിടെ പ്രവേശിക്കാൻ ഇസ്രായേലി സൈന്യം അനുവദിച്ചില്ല പാതിരിമാരെ, ഇതിൻ്റെ നടത്തിപ്പുകാരെ. തൊട്ടടുത്ത ആഴ്ച വരുന്ന ഈസ്റ്റർ ആഘോഷങ്ങൾക്ക് വലിയ തോതിൽ തടസ്സങ്ങളുണ്ടാക്കി. ഇതിനകത്ത് ഇവരുടെ ഡോക്യുമെൻറ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ ചർച്ച് ഓഫ് ഹോളി സപ്പൽച്ചറിൽ ആയിരക്കണക്കിന് വർഷത്തെ പഴക്കമുള്ള ആ ദേവാലയത്തിൽ ഇങ്ങനെ ഒരു പാം സൺഡേ മുടങ്ങുന്നു, ഈസ്റ്റർ ചടങ്ങുകൾ മുടങ്ങുന്നത് ചരിത്രത്തിലാദ്യമാണെന്നാണ് ഈ ഡോക്യുമെൻ്റ് പറയുന്നത്. അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കണം. അപ്പോൾ ഈ നിലയിൽ ഇപ്പം ഈസ്റ്റർ ആഘോഷം, അവിടുത്തെ ഓർത്തഡോക്സുകാരുടെ ഈസ്റ്റർ ആഘോഷം നാളെയാണ് നടക്കാൻ പോകുന്നത്. അതിനും വലിയ തടസ്സങ്ങളുണ്ടാവും എന്നുള്ള നിലക്കുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വലിയ പോലീസ്, അവിടെയുള്ള സൈനികരുടെ സാന്നിധ്യം ഈ ചേർച്ചിന് അടുത്ത് വരുന്നതുമായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ ചർച്ച് ഓഫ് ഹോളി സപ്പൽച്ചറിൽ ഈസ്റ്റർ ആഘോഷവും പാം സൺഡേയും നടത്താൻ അനുവദിക്കാത്ത ഇസ്രായേലിനെ പിന്തുണക്കാൻ നമ്മുടെ നാട്ടിൽ പിതാക്കന്മാർ വരെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് തമാശ. ഇനി അതേസമയം അവിടുത്തെ നേതൃത്വം, ഫലസ്തീൻ പോരാട്ടത്തെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഫലസ്തീൻ പോരാട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖങ്ങളായിട്ട് അവിടുത്തെ ക്രിസ്ത്യൻ നേതാക്കന്മാരുണ്ട്. ഇപ്പോൾ ജോർജ് ഹെബാഷ് PLOൻ്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു. PFLPയുടെ പലസ്തീൻ ഫ്രണ്ട് ഫോർ ലിബറേഷൻ ഓഫ് പലസ്തീൻ്റെ ഫൗണ്ടറാണ്. അദ്ദേഹം ഒരു ക്രിസ്ത്യനാണ്. ഫലസ്തീൻ മൂവ്മെൻറ്റ് PLOവിൻ്റെ അന്താരാഷ്ട്ര മുഖം എന്ന് പറയുന്ന ഹനാൻ അഷ്റാവി ഒരു ക്രിസ്ത്യനാണ്. ഫലസ്തീൻ പോരാട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവൻ്റാണ് 2002 സീജ് ഓഫ് ചർച്ച് ഓഫ് നാറ്റിവിറ്റി എന്ന് പറയുന്നത്. തിരുപ്പിറവി ദേവാലയം, ചർച്ച് ഓഫ് നാറ്റിവിറ്റി ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയമാണ്. 39 ദിവസമാണ് ആ ദേവാലയം ഉപരോധിക്കുന്നത് ഇസ്രായേൽ. എന്തിനാണ് ഉപരോധിക്കുന്നത് അറിയോ? ഫലസ്തീനി പോരാളികൾ, ആയുധധാരികളായ ഫലസ്തീനി പോരാളികളെ ഇസ്രായേലി പട്ടാളം പിന്നാലെ കൂടുന്നു. അവർ ഈ പള്ളിയിൽ അഭയം തേടുന്നു. അഭയം തേടിയപ്പം അവരെ പുറത്തിറക്കണമെന്ന് പറഞ്ഞിട്ട് ഇസ്രായേലി പട്ടാളം ഉപരോധിക്കുന്നു, ഈ പള്ളി ഉപരോധിക്കുന്നു. പക്ഷേ അവിടെ 40ഓളം ഈ പാതിരിമാരും ചർച്ചുമായി ബന്ധപ്പെട്ട ആളുകളുണ്ടായിരുന്നു. അവർ പറഞ്ഞു ഞങ്ങളവരെ വിടില്ല എന്ന് പറഞ്ഞ് ഫലസ്തീൻ പോരാളികളുടെ കൂടെ ഇവരും നിന്നു. വത്തിക്കാൻ അടക്കം വിഷയത്തിൽ ഇടപെട്ടു. അവസാനം യൂറോപ്പിൻ്റെ ഇറ്റലി, അയർലൻഡ്, ബ്രിട്ടൻ, വത്തിക്കാൻ എല്ലാവരും ചേർന്ന് നടത്തിയിട്ടുള്ള മാധ്യസ്ഥ ചർച്ചയെ തുടർന്ന് ഈ പോരാളികൾ അവിടുന്ന് എയർലിഫ്റ്റ് ചെയ്യാണ്. സൈപ്രസിലേക്കും കുറേ ആളുകൾ ഗസയിലേക്ക് കടത്തുന്നു, കുറേ ആളുകൾ സൈപ്രസിൽ, ഇറ്റലിയിലേക്കൊക്കെ, ഗ്രീസിലേക്ക് കടത്തുന്നു. അവിടെയുള്ള പാതിരിമാരെ പുറത്തേക്ക് വിടുന്നു. എന്ന് പറഞ്ഞാൽ ആയുധധാരികളായ ഫലസ്തീൻ പോരാളികൾക്ക് അഭയം നൽകുകയാണ് ആര് ചെയ്യുന്നത്? അവിടുത്തെ ലോകത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയമായുള്ള ചർച്ച് ഓഫ് നാറ്റിവിറ്റിയുടെ നടത്തിപ്പുകാർ ചെയ്യുന്നു. ആ നിലക്ക് ഫലസ്തീൻ പോരാട്ടവുമായിട്ട് താതാത്മ്യപ്പെട്ടിരിക്കുന്ന ആളുകളാണ് അവർ. ഫലസ്തീൻ നാഷണൽ അസംബ്ലിയിൽ, അവിടുത്തെ പാർലമെൻറ്റാണ് ഫലസ്തീൻ നാഷണൽ അസംബ്ലി, 7 സീറ്റുകൾ ക്രിസ്ത്യാനികൾക്ക് റിസർവ് ചെയ്തതാണ്. ഇന്നത്തെ ഫലസ്തീൻ ഉണ്ടല്ലോ, നമ്മൾ പറയുന്ന PA എന്ന് പറയുന്ന ഫലസ്തീൻ അതോറിറ്റിയുടെ തലസ്ഥാനം റാമല്ലയാണ്. റാമല്ലയുടെ സിറ്റി മേയർ ഭരണഘടനാപരമായി ആ മേയർ സ്ഥാനം ക്രിസ്ത്യാനിക്കാണ് റിസർവ് ചെയ്തത്. 3 റാമല്ല, ബെയ്ത്ലഹം, ബെയ്ത് സഹൂർ, ഈ 3 നഗരങ്ങൾ അവിടെ മേയർമാരാകാൻ ക്രിസ്ത്യാനികൾക്കേ പാടുള്ളൂ. നമ്മുടെ നാട്ടിൽ മതാടിസ്ഥാനത്തുള്ള സംവരണം, അത് ഞങ്ങളെതിരാണെന്നൊക്കെ പറയുന്ന സംഘടന നമ്മൾ കാണും. ഫലസ്തീനിലെ 3 നഗരങ്ങൾ, തലസ്ഥാന നഗരമടക്കം 3 നഗരങ്ങളുടെ മേയർ സ്ഥാനം ക്രിസ്ത്യാനികൾക്കാണ് സംവരണം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട്
ഇതിൽ ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കുന്നു എന്നുള്ളതിന് ഒരു ക്രിസംഖി നേതാവ് ഒരിക്കൽ ടെലിവിഷൻ ചർച്ചയിൽ പറയുന്നത് ഞാൻ കേട്ടത്, അവിടെയുള്ള ഞങ്ങളുടെ പ്രധാനപ്പെട്ട ദേവാലയങ്ങളുണ്ട്, ആ ദേവാലയങ്ങൾ സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഇസ്രായേൽ എന്ന രാജ്യം നിലനിൽക്കണം എന്നുള്ളതാണ്. ഇതിൽ വിഡ്ഢിത്തം എന്താണെന്ന് ചോദിച്ചാൽ ഈ ദേവാലയങ്ങളെല്ലാം ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ളതാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം 47 മാത്രം ഉണ്ടായതാണ്. അപ്പോൾ അതിന് മുമ്പ് ഇത്രയും കാലം ആ ദേവാലയങ്ങൾ സംരക്ഷിക്കപ്പെട്ടിരുന്നില്ലേ? അല്ലെങ്കിൽ മുസ്ലിം ഭരണമായിരുന്നു അവിടെ ഉണ്ടായിരുന്നു 1400 വർഷമായിട്ട്. അപ്പോൾ ആ കാലത്തെല്ലാം ഈ ദേവാലയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ ചർച്ച് ഓഫ് ഹോളി സപ്പൽച്ചർ അല്ലെ ചർച്ച് ഓഫ് നേറ്റിവിറ്റിയിൽ ഈസ്റ്റർ മുടങ്ങുന്ന, പാം സൺഡേ മുടങ്ങുന്ന ഒരവസ്ഥ അതിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. ആ നിലയ്ക്ക് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ക്രിസ്ത്യാനികൾക്കെതിരായ അതിക്രമം ഇസ്രായേൽ നടക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം കഴിഞ്ഞ 2-3 ദിവസത്തെ സംഭവങ്ങളിൽ ലോകത്തിന് ദൃശ്യമായി. അത് എഗൻ അമേരിക്കയിലും യൂറോപ്പിലൊക്കെ പുതിയ പല ഡിബേറ്റുകൾ തുറക്കുകയാണ്.